ശരിക്കും രേണുസുധിയുടെ ചേച്ചി പാവമാണോ? സത്യത്തിൽ രേണുവിൻ്റെ ഈ അസുഖം അറിഞ്ഞതോടുകൂടി തൻ്റെ താങ്ങും തണലും തൻ്റെ എല്ലാമായിരുന്നു തൻ്റെ ചേച്ചി. തൻ്റെ അനിയത്തിയുടെ മറ്റ് എല്ലാ വിവരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ ആൾക്കാരുടെയും ചർച്ച ഇത് തന്നെയാണ്. രേണുവിൻ്റെ ചേച്ചിയാണോ ഈ സംഭവങ്ങൾക്ക് പിന്നിൽ? കാരണം ഇപ്പോൾ ഫേക്കായിട്ടൊരു ബില്ലായിട്ടുമാണ് രേണുവിൻ്റെ ചേച്ചി രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൂടാണ്ട് കിച്ചുവും രേണുവും തമ്മിലുള്ള പ്രശ്നം ഇത്രയും വഷളാക്കിയതും രേണുവിൻ്റെ ചേച്ചി തന്നെയാണെന്ന് എല്ലാവരും പറയുന്നു. കിച്ചു രേണുവിനെ കാണാൻ വന്നപ്പോഴും രേണുവിൻ്റെ ചേച്ചി അത് എതിർത്തു. മറ്റ് യൂട്യൂബർ താരങ്ങളും ഫ്രണ്ട്സുമെല്ലാം രേണുവിനെ കണ്ടുപോയി. സ്വന്തം മകനായ കിച്ചുവിനെ മാത്രം രേണുവിൻ്റെ ചേച്ചി കാണിച്ചില്ല. ഇതെല്ലാം ദുരൂഹതകളാണെന്നാണ് ഇപ്പോൾ തെളിയുന്ന വാർത്തകൾ. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെയും രേണുവിൻ്റെ മകൻ്റെയും എല്ലാവിധ സങ്കടഘട്ടങ്ങളിലും രേണുവിൻ്റെ ചേച്ചി കൂടെ നിന്നിട്ടുണ്ട്. രേണുവിൻ്റെ ചേച്ചിയാണോ ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത്? എന്താണ് സത്യമായ കഥകളെന്നും മറ്റുള്ളവർക്ക് അറിയില്ല. എന്നാലും പല യൂട്യൂബർ താരങ്ങളും ഇപ്പോൾ പറയുന്നതാണ് രേണുവിൻ്റെ ചേച്ചി കാണിക്കുന്നതെല്ലാം ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബില്ല് പോലും വളരെയധികം ഫേക്കായതും അതുകൂടാണ്ട് 2 ലക്ഷം രൂപ കാണിച്ചുകൊണ്ട് നമ്മൾ നാട്ടുകാരെ കബളിപ്പിച്ച് നമ്മുടെ സങ്കടങ്ങൾ പിടിച്ചു വാങ്ങുകയാണ്. ഇതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കാർക്കും അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും രേണുവിൻ്റെ അസുഖം തട്ടിപ്പാണെന്നും ഫേക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ മുന്നിൽ വരുന്നുണ്ട്. സത്യത്തിൽ രേണുവിൻ്റെ അസുഖം ഫേക്കല്ല. പക്ഷേ മറ്റു കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ കാണിച്ചു കൂട്ടുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല.